മാസ്റ്റർ ബ്രെയിൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ട് വിപ്ലവങ്ങളെ കുറിച്ചാണ്. അതായത് റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും. ഇതിന് മുന്നേ 3 വിപ്ലവങ്ങൾ നമ്മൾ 2 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ 1, 2 പാർട്ട് കാണാത്തവർ നിർബന്ധമായിട്ട് അത് കണ്ടിരിക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 1917. നമുക്ക് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. കർഷകരുടെ ദുരിതങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും തൊഴിലാളിയുടെ ദുരിതങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ട് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ റഷ്യയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് അവിടുത്തെ തൊഴിലാളികളും കർഷകരും ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടുകയാണ്. അപ്പോൾ റഷ്യയിൽ ഭരിച്ചിരുന്ന രാജാവായിരുന്നു സാർ ചക്രവർത്തിയായിരുന്നു, ഒരു ഏകാധിപതിയായിരുന്നു. അപ്പോൾ ഈ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് തൊഴിലാളികൾ സംഘടിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിച്ചത്? അതായത് പറയുന്നുണ്ട്, വാട്ട് ആർ ദ ഡിമാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ റഷ്യയിലെ തൊഴിലാളികൾ ഒരുപാട് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ? ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നിർത്തലാക്കണം. എവരിവൺ ഹാസ് ടു വർക്ക്. എല്ലാവരും അധ്വാനിക്കണം. ഓൾ ദ പവർ മസ്റ്റ് ബി ഗിവൺ ടു ദ വർക്കേഴ്സ് ആൻഡ് ദ പീപ്പിൾ. എല്ലാ അധികാരങ്ങളും തൊഴിലാളികൾക്കും അതേപോലെ തന്നെ ജനങ്ങൾക്കും എന്ത് ചെയ്യണം? കൈമാറണം, നൽകണം. ഇത്തരം ആവശ്യങ്ങളാണ് അവിടുത്തെ തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ടായിരുന്നു. അതായത് ലെറ്റ്സ് ഫൈൻഡ് ദ സിർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദം ടു ഡിമാൻഡ് സോ. അതായത് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെ ചോദിക്കും. കാരണം അവർ പറഞ്ഞല്ലോ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം ഇതൊക്കെ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. ദ ഫാമേഴ്സ് ആൻഡ് ദ വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് ദ ടാസ് എംപയർ. മാത്രമല്ല, ദ ലാൻഡ്ലെസ് ഫാർമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. ഭൂരഹിതരായിട്ടുള്ള കർഷകർ അമിതമായ നികുതി എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് നൽകേണ്ടി വന്നു. അതേപോലെ ദ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ബട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മേഗർ. അതായത് ഇഷ്ടം പോലെ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നു റഷ്യയിൽ, പക്ഷേ വ്യാവസായിക ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. അങ്ങനെ തൊഴിലാളികൾ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണത്തിനെ സംഘടിക്കുകയാണ്. കാൾ മാക്സിൻ്റെയും ഫെഡറിക് എംഗൽസിൻ്റെയും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. അങ്ങനെ തൊഴിലാളികൾ എന്ത് ചെയ്തു? മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി തൊഴിലാളികൾ ഒരു പാർട്ടി രൂപീകരിച്ചു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ആ പാർട്ടി അഭിപ്രായ ഭിന്നത ഒന്നും താമസിയാതെ 2ആയിട്ട് പിളർന്നു. ആ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 2ആയിട്ട് പിളർന്നു, ബോൾഷെവിക്ക് എന്നും മെൻഷെവിക്ക് എന്നും പേരിൽ. അതിൽ ബോൾഷെവിക്കിൻ്റെ നേതാവായിരുന്നു ലെനിൻ, അതേപോലെ തന്നെ ട്രോസ്കി എന്ന് പറഞ്ഞ ആളുകൾ. അതേപോലെ തന്നെ മെൻഷെവിക്കുകളുടെ നേതാവായിരുന്നു അലക്സാണ്ടർ കറൻസ്കി. ശരിക്കും മനസ്സിലാക്കണം, അതായത് ആ ബോൾഷെവിക്ക് മെൻഷെവിക്ക് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കുക, റഷ്യയിൽ വമ്പിച്ചൊരു, അതായത് റഷ്യ ഒരു 1905 റഷ്യ ഒരു പ്രതിസന്ധി നേരിടാൻ പോവാണ്. ജപ്പാനുമായിട്ടുള്ള യുദ്ധമായിരുന്നത്. അതായത് ഇതിലൊരു ചോദ്യം ചോദിക്കാറുണ്ട്, അതായത് ബ്ലഡി സൺഡേ
ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാൽ എന്തെന്ന് ചോദിക്കും. അപ്പോൾ ശരിക്ക് അതായത് റഷ്യയും ജപ്പാനും തമ്മിൽ 1905 യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. മനസ്സിലാക്കുക. അങ്ങനെ തൊഴിലാളികൾ പെട്രോഗാഡിലേക്ക് മാർച്ച് നടത്തി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗാഡിൽ മാർച്ച് നടത്തി. ആ മാർച്ച് നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ സംഭവം അറിയപ്പെടുന്നത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന പേരിലാണ്. ശ്രദ്ധിക്കുക, റഷ്യ ജപ്പാൻ യുദ്ധം, റഷ്യ പരാജയപ്പെട്ടു, ജനങ്ങൾ മാർച്ച് നടത്തി, രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ മാർച്ച് നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ ഇൻ 1905. The workers organized a huge march Petrograd. It was demanding political rights and economic reforms. The march was fired by the soldiers and 100 of workers killed. This event known as Bloody Sunday. അങ്ങനെ ഈ രക്തരൂക്ഷമായ ഞായറാഴ്ച, അതായത് ഒരുപാട് തൊഴിലാളികൾ കൊല്ലപ്പെട്ടോട് റഷ്യയിലെ മൊത്തം തൊഴിലാളികൾ സംഘടിക്കുകയാണ് സോവിയറ്റ് എന്ന പേരിൽ. സോവിയറ്റ് എന്ന പേരിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തൊഴിലാളികൾ സംഘടിച്ചു. അതിൽ അവിടുത്തെ രാജാവ്, അതായത് സാർ ചക്രവർത്തി, അന്ന് സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ ഭയന്നു. അതിൽ അദ്ദേഹം നിയമനിർമ്മാണ സഭ വിളിച്ചു കൂട്ടാൻ തയ്യാറായി. ആ റഷ്യയിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്ന പേരാണ് ദ്യൂമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ റഷ്യയിൽ ജനപ്രതിനിധി സഭ ദ്യൂമ എന്ന പേരിൽ നിയമനിർമ്മാണ സഭ വിളിച്ചുകൂട്ടി. ഇനി നമ്മൾ 2 പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് വരികയാണ്. ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും. അങ്ങനെ 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ദ്യൂമയുടെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ആ യുദ്ധത്തിൽ റഷ്യക്ക് ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തി. പെട്രോഗാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ആദ്യം സൈന്യം ഈ പ്രതിഷേധങ്ങൾ എതിർത്തുവെങ്കിലും സൈന്യവും സമരക്കാരോടൊപ്പം കൂടി. അങ്ങനെ സാർ നിക്കോളാസ് രണ്ടാമന് അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ പെട്രോഗാഡ് നഗരം തൊഴിലാളികൾ പിടിച്ചെടുത്തു. അങ്ങനെ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ സംഭവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഈ സംഭവം നടക്കുന്നത് മാർച്ചിലാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, മാർച്ചിൽ നടന്ന വിപ്ലവം എന്തുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു ചോദിക്കും. അതായത് റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കണം. ഫെബ്രുവരി റവല്യൂഷൻ. The workers captured Petrograd and Nicholas II was thrown out of power. A provisional government was formed under Alexander Kerensky, the Menshevik leader. This is known as February Revolution. നേരത്തെ പറഞ്ഞ നമ്മൾ എന്തുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്? സിൻസ് ദ റഷ്യൻ കലണ്ടർ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് in the international calendar. മനസ്സിലാക്കുക, the Russian calendar few days behind the international calendar. അതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഫെബ്രുവരി വിപ്ലവത്തോടു കൂടി നമുക്കറിയാം സാർ ചക്രവർത്തി നിക്കോളാസ് അധികാരം നഷ്ടപ്പെട്ടു. ഭരണം മെൻഷെവിക്കുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലായി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തോടും സോവിയറ്റുകൾ പൂർണ്ണ തൃപ്തരായിരുന്നില്ല.
സോവിയറ്റ്, അതായത് തൊഴിലാളി സംഘങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് എതിർപ്പുകളുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ലെനിൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ റഷ്യയിലെ സോവിയറ്റുകൾ അംഗീകരിക്കാതെ വന്നപ്പോൾ ഈ സമയം ലെനിൻ റഷ്യയിൽ നിന്ന് തിരിച്ചു വരികയും താൽക്കാലിക ഭരണകൂടത്തിനെതിരെ ശക്തമായി എതിർക്കുകയും ചെയ്തു. എന്നിട്ട് ലെനിൻ ആവശ്യപ്പെട്ട അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണം അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കുള്ള അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ ബോൾഷെവിക്കുകൾ അതിനായി ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ബോൾഷെവിക് നേതാവായ ലെനിൻ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. എന്തൊക്കെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചത്? ലെനിൻ മുന്നോട്ട് വെച്ച ആവശ്യം ഒന്നായിരുന്നു വിഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ എന്ത് ചെയ്യണം? പിന്മാറണം. അതേപോലെ തന്നെ സീസ് ദ ലാൻഡ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഫാമേഴ്സ്. പ്രഭുക്കന്മാരെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തിട്ട് അത് കർഷകർക്ക് വിതരണം ചെയ്യണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടീസ്. ഫാക്ടറി ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണം. ശ്രദ്ധിക്കുക. ലെനിൻ ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വിപ്ലവത്തിലേക്കാണ് ഒക്ടോബർ വിപ്ലവം, അഥവാ ഒക്ടോബർ റവല്യൂഷൻ. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. അങ്ങനെ കറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകൾ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, 17 ബോൾഷെവിക്കുകൾ താൽക്കാലിക ഭരണകൂടത്തിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. അങ്ങനെ കറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകൾ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അങ്ങനെ അധികാരം ആര് പിടിച്ചെടുത്തു? ലെനിൻ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തു. ഇതാണ് ഒക്ടോബർ വിപ്ലവം. ഇത് ശരിക്കും നവംബറിലാണ്. നവംബർ എന്നുള്ളത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് ചോദിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സെയിം ആൻസറാണ്. In October 1917, the Bolshevik organized an armed rebellion against the provisional government. Kerensky fled from Russia and Russia under the control of the Bolshevik. This event is known as October Revolution. അങ്ങനെ ലെനിൻ അധികാരത്തിൽ വന്നു. അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ്, ഒരു മന്ത്രിസഭയ്ക്ക് രൂപം നൽകി. ഈ റഷ്യൻ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യമാണ് വാട്ട് ആർ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ ചോദിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, റഷ്യൻ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റഷ്യ വിഡ്രോ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. സീസ്ഡ് ഔട്ട് ഓഫ് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്. അതായത് പ്രഭുക്കന്മാരെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് വിതരണം ചെയ്തു. ഗവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പൊതുമേഖലക്ക് പ്രാധാന്യം കൊടുത്തു. അതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അതേപോലെ തന്നെ അച്ചീവ്ഡ് ദ ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കണോമി. ശാസ്ത്ര, സാമ്പത്തിക, സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. 1924 ഒരു പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകി. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഫോംഡ് USSR ഇൻ 1924. 1924 USSR അഥവാ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു. ഈ പോയിന്റ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക, അതായത് രക്തരൂക്ഷമായ ഞായറാഴ്ച, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് റഷ്യൻ വിപ്ലവത്തിലുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് വിപ്ലവം അഥവാ ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂറോപ്യന്മാരും അമേരിക്കയും ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചത് വ്യത്യസ്തമായ രണ്ട് നയങ്ങളിലൂടെയാണ്. യൂറോപ്യന്മാർ ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചത് കറുപ്പ് വ്യാപാരത്തിലൂടെയാണ്, നമ്മൾ ഓപ്പിയം ട്രേഡ് എന്ന് പറയും. അമേരിക്ക ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചത് തുറന്ന വാതിൽ നയം എന്ന ഒരു നയത്തിലൂടെയാണ്, അഥവാ ഓപ്പൺ ഡോർ പോളിസി. ഈ രണ്ട് വ്യത്യസ്തമായ നയങ്ങളിലൂടെയാണ് യൂറോപ്യന്മാരും അമേരിക്കയും ചൈനയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഇനി നമ്മൾ ചൈനീസ് വിപ്ലവത്തിലേക്ക് വരാം. ഇപ്പോൾ ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ആദ്യം ചൈനയിൽ ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വൈദേശിക ഇടപെടലിനും ആധിപത്യത്തിനും എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് ബോക്സർ കലാപം എന്ന പേരിലാണ്. ഒന്ന് മനസ്സിലാക്കുക, ചൈന ആരെ ഭരിച്ചിരുന്നത്? മഞ്ചു രാജവംശം. വൈദേശിക ഇടപെടലിനും ആധിപത്യത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ചില രഹസ്യ സംഘടനകൾ അതിനെതിരെ സംഘടിച്ചു. ചൈനയിൽ പ്രവർത്തിച്ച ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ കലാപം സംഘടിപ്പിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരെന്ത് ചെയ്ത്? അവരുടെ മുദ്ര. അതുകൊണ്ടത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. The Manchu dynasty in China favored the foreign interference and domination. Some secret organization in China revolted against it. The emblem of this organization was the boxer's fist. So this is known as Boxer Rebellion. പിന്നെയാണ് ചൈനയിൽ ആര് വരുന്നത്? 1911 ഡോക്ടർ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ മഞ്ചു ഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. അങ്ങനെ ചൈനയിൽ രാജഭരണം അവസാനിച്ചു. സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടിക്ക് രൂപം നൽകി. ഇവിടെ കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. അദ്ദേഹം പ്രധാനമായിട്ടും 3 ആശയങ്ങളാണ് സന്യാസിന് ചൈനയിൽ അദ്ദേഹം പ്രചരിപ്പിച്ചത്: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. എപ്പോഴും ചോദിക്കുന്നതാണ് സന്യാസിനെ കുറിച്ച്. ആകെ സന്യാസം ചോദിച്ചാൽ എഴുതാനുള്ള ഒരു 3 പോയിന്റാണ്. ഒന്ന്, മഞ്ചു രാജഭരണം അദ്ദേഹം വിപ്ലവം നടത്തി. അങ്ങനെ ചൈനയിൽ മഞ്ചു രാജഭരണം അവസാനിച്ചു. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു. എന്താ പാർട്ടിന്റെ പേര്? കുമിന്താങ് പാർട്ടി. അദ്ദേഹം എന്നിട്ട് ആശയം പ്രചരിപ്പിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ആശയം? ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ഈ 3 പോയിന്റ് ശ്രദ്ധിക്കുക. In 1911 the another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. This ended monarchy in China. Kuomintang party established a republican government in China under the leadership of Sun Yat-sen. He gave importance to ideas like nationalism, democracy and socialism. ഈ 3 ആശയങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. അങ്ങനെ ചൈനയിൽ സന്യാസ നേതൃത്വത്തിൽ റഷ്യയുമായിട്ടൊക്കെ അടുത്തു. ആ സമയത്താണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. സന്യാസൻ മരണപ്പെട്ടു. അങ്ങനെ കുമിന്താങ് പാർട്ടി നേതാവായിട്ട് ചിയാങ് കൈഷക് എന്ന ആളാണ് കുമിന്താങ് പാർട്ടിയുടെ തലവനായിട്ട് വന്നു. പക്ഷെ അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു. ചൈനയുടെ കമ്പോളങ്ങൾ, കൽക്കരി, വ്യവസായങ്ങൾ എല്ലാം വിദേശ രാജ്യങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഇതിനെതിരെ അവിടുത്തെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. പക്ഷേ ഈ പ്രതിഷേധങ്ങളെ അദ്ദേഹം ക്രൂരമായിട്ട് അടിച്ചമർത്തി. ചിയാങ് കൈഷക് ഒരു ഏകാധിപതിയായിരുന്നു. അദ്ദേഹം പ്രാധാന്യം കൊടുത്ത് വൈദേശിക ആധിപത്യത്തിനായിരുന്നു. അങ്ങനെ ചിയാങ് കൈഷക്കിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്, മാവോയുടെ നേതൃത്വത്തിൽ. അങ്ങനെ മാവോയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ് 1934. ഇനി നമ്മൾ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് ആ ലോങ് മാർച്ചിനെ കുറിച്ചാണ്. 1934 മാവോയുടെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കിയാങ്സിൽ ആരംഭിച്ചു, അത് യനാനിൽ അവസാനിക്കുകയാണ്. ആ മാർച്ചിൽ ഒരുപാട് ഗ്രാമങ്ങളും പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഭൂപ്രദേശങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു. എന്നിട്ട് അത് ഭൂരഹിതരായിട്ടുള്ള കർഷകർക്ക് വിതരണം ചെയ്തു. ഏകദേശം 12,000 കിലോമീറ്റർ പിന്നിട്ട ആ മാർച്ച് നീണ്ട മാർച്ച് അഥവാ ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ മാർച്ചോട് കൂടിയിട്ടോ ചൈനയുടെ വിപ്ലവ നായകനായിട്ട് മാവോ മാറി. അങ്ങനെ മാവോയുടെ നേതൃത്വത്തിലുള്ള റെഡ് ആർമി ചിയാങ് കൈഷക്കിൻ്റെ കുമിന്താങ് പാർട്ടിയുടെ ഭരണം പിടിച്ചെടുക്കുകയാണ്. ആ കുമിന്താങ് പാർട്ടിയുടെ കീഴിലുള്ള പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു. ആ ചിയാങ് കൈഷക് തായ്വാൻ ദ്വീപിൽ അഭയം തേടി. അങ്ങനെ 1949 ഒക്ടോബർ 1 മാവോയുടെ നേതൃത്വത്തിൽ ചൈന റിപ്പബ്ലിക്കായി. ലോങ് മാർച്ച് ഇൻ 1934 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ എ ജേർണി സ്റ്റാർട്ടഡ് Kianxi and ended at Yan'an. Through this journey, they seized out of agricultural land and village from lots and distributed among the farmers. The journey covered 12,000 kilometers, so it is known as Long March. Then the king Chiang Kai-shek seek political shelter in Taiwan. When Red Army of Mao captured the center of Kuomintang rule, China became republic on October 1949 under the leadership of Mao Zedong അഥവാ മാവോ. ഓക്കെ, ഇത്രയുമാണ് ചൈനീസ് വിപ്ലവത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഫസ്റ്റ് മഞ്ജു ഡൈനാസ്റ്റി, അതിൽ നമുക്ക് പഠിക്കാനുള്ള പോകണം ബോക്സർ കലാപത, ബോക്സർ റിബല്യൻ. പിന്നെ രണ്ടാമത് ആര് വന്നു? സന്യാസം വന്നു. സന്യാസമാണ് മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. സന്യാസം മരണപ്പെട്ട് ആര് വന്നു? കുമിന്താങ് പറഞ്ഞ നേതാവായിട്ട് ചിയാങ് കൈഷക്ക്. ചിയാങ് കൈഷക്കിനെതിരെ ആര് പോരാടുകയാണ്? മാവോ. ഈ 4 ആളുകൾ ആ ഓർഡറിൽ മനസ്സിലാക്കുക. അതിലാണ് ലോങ് മാർച്ച്. ഇത്രയുമാണ് ചൈനീസ് വിപ്ലവത്തിൽ. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 വിപ്ലവങ്ങളാണ്. ബാക്കി 3 വിപ്ലവങ്ങളെ ലിങ്ക് അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു നിർബന്ധമായിട്ട് അത് കാണുക കേട്ടോ. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിട്ട്, ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.